ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒറോട്ടി ഉണ്ടാക്കിയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ആദ്യമായിട്ട് പറയാണ്, ഞാൻ ഇവിടെ 1 കപ്പ് പൊടിക്കുള്ള ഒറോട്ടിയാണ് ഉണ്ടാക്കുന്നത്. സോ അതിന് ഞാൻ ഒരു 1/2 കപ്പിൽ കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഇതിനകത്ത് ഈ ഒറോട്ടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വെള്ളം എടുക്കുന്നത് 2 കപ്പാണ്. അപ്പോൾ ഈ റേഷ്യോയിൽ വേണം നമുക്ക് ഒറോട്ടി ഉണ്ടാക്കാനുള്ള തേങ്ങയും വെള്ളവും പിന്നെ അരിപ്പൊടിയും എടുക്കാം. നല്ല വറുത്ത അരിപ്പൊടിയാണെങ്കിൽ നല്ല അടിപൊളി മണവും കാണും. ആദ്യമായിട്ട് നമ്മൾ വെള്ളം ചേർക്കുക. 2 കപ്പ് വെള്ളം ചേർത്ത് അത് ചൂടാക്കാൻ വയ്ക്കുക. അതിനകത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ ഉപ്പും ആഡ് ചെയ്യാം. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ്. പിന്നെ നമ്മൾ ഉപ്പിൻ്റെ അളവ് നോക്കുന്നത് ആ വെള്ളം ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതിയാവും. സോ നമുക്കതനുസരിച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. നെയ്യ് ആഡ് ചെയ്യുമ്പോൾ വേറൊരു ഫ്ലേവർ കിട്ടും. നല്ല ഫ്ലേവറാണ്, നല്ല മയവും കിട്ടും. ഈ ഓയിൽ ആഡ് ചെയ്താലും സെയിം എഫക്റ്റാണ്. ഇവിടെ ഞാൻ എണ്ണയാണ് ആഡ് ചെയ്യുന്നത്. സോ ഇനി ഇത് നന്നായിട്ട് വെട്ടി വരാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് വെട്ടി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം വെള്ളം വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് ഈവൻലി ഈ വെള്ളത്തിൻ്റെ പുറത്ത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഈ പൊടിയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ കുമിള പോലെ വരും. അപ്പം അതേപോലെ ഈവൻലി വേണം ആഡ് ചെയ്യാനായിട്ട് ഈ പൊടി. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് കിണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം. നന്നായിട്ട് അയക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ വലിയ പാത്രത്തിലോട്ട് മാറ്റുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് അയച്ചെടുക്കാം. നന്നായിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് ഇത് അയച്ച് സോഫ്റ്റ് ആവുന്നത് വരെ അയച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് അയച്ചെടുത്തിട്ടുണ്ട്. പ്രസ്സിൽ അല്ലെങ്കിൽ ഒറോട്ടി പലകയിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പം മിക്കവരും പ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒറോട്ടി പലകയിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്രസ്സാണ്. പ്രസ്സിനകത്ത് 2 സൈഡിലും ഞാനൊരു കവർ വെച്ചിട്ടുണ്ട്. സാധാരണ നമുക്ക് ഏത് കവർ വേണമെങ്കിലും എടുക്കാം. അത് കവർ വെച്ചിട്ട് നമുക്ക് എണ്ണയൊന്നും ചേർക്കേണ്ട, ജസ്റ്റ് വെള്ളം നമുക്ക് തളിച്ച് കൊടുത്തിട്ട് അതിനകത്ത് ഈ ബോൾസ് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. സോ ഈ ഒറോട്ടി നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി
ഈ പരത്തി ഒരട്ടി നമുക്ക് ചുട്ട് എടുക്കാം. ചുട്ടെടുക്കാൻ ഞാനിവിടെ 2 പാൻ വെച്ചിട്ടുണ്ട്. അപ്പം വേഗം ചുട്ടെടുക്കാം പറ്റുമല്ലോ. അതുകൊണ്ട് 2 പാനിലാണ് ചുട്ടുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇത് ഒരു വശം ഇട്ട് കൊടുത്തിട്ട് നല്ല എണ്ണ തൂത്തിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. ഞാനിവിടെ സെസ്മി ഓയിലാണ് ചൂടാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. നോർമലി എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഈ പാനിൽ തിരിച്ച് കൊടുത്ത ശേഷം ഒരട്ടി അതിനകത്തിടുക. ഒരു വശം വെന്ത ശേഷം മാത്രം അടുത്ത വശം വേവിച്ചെടുക്കുക. സോ ഇങ്ങനെ നമുക്ക് ഒരട്ടി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. സോ ഇതാണ് ഒറോട്ടി റെസിപ്പി. വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഒറോട്ടി ഇപ്പോൾ റെഡിയാണ്.